നമസ്തേ. മനുഷ്യർ കഴിഞ്ഞ കുറച്ചു നൂറ്റാണ്ടുകളായി സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമ്മെ വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യൽ, പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹ്യ വ്യവസ്ഥകൾ, നമ്മുടെ യുവാക്കളെയും അടുത്ത തലമുറയെയും വളർത്തിയ രീതി എന്നിവയെല്ലാം നമ്മെ ഈ സാഹചര്യത്തിലേക്ക് നയിച്ചു. നിരവധി യുദ്ധങ്ങൾ, തകരുന്ന സാമ്പത്തിക ഘടനകൾ, അതിവേഗം അധംപതിക്കുന്ന പരിസ്ഥിതിയും പ്രകൃതി ദുരന്തങ്ങളുടെ വർധനയും, പല സമൂഹങ്ങളിലെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ലഹരി വസ്തുക്കൾ ഉയർത്തുന്ന പ്രതിസന്ധി എന്നിവ ഇതിന് തെളിവാണ്. ഇതാരെയും ഭയപ്പെടുത്തുന്നതിനായി സൂചിപ്പിച്ചതല്ല, മാറ്റത്തിന് അവസരമുണ്ടെന്ന് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചാണ്. അസ്ഥിരാവസ്ഥ എന്നത് പല സാധ്യതകളാൽ നിറഞ്ഞ ഘട്ടമാണ്. ഇന്നത്തെ നമ്മുടെ തീരുമാനമാണ് നമ്മെ വലിയ പരിവർത്തനത്തിലേക്കോ തകർച്ചയിലേക്കോ നയിക്കുന്നത്. 8.5 ശതകോടി മനുഷ്യരാൽ നിറഞ്ഞിരിക്കുകയാണ് ലോകം. എന്നാൽ നാം ഒറ്റ മനസ്സായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സജ്ജരല്ല. അതിനാൽ നാം ഭരണ സംവിധാനത്തെയും നിയമങ്ങളെയും നേതാക്കളെയും ആശ്രയിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന നേതാക്കളുടെ സ്വഭാവം വളരെ പ്രധാനമാണ്. ഭൂമിക്ക് സുസ്ഥിരവും മനോഹരവുമായ ഭാവി ആവശ്യമെങ്കിൽ വസുദൈവ കുടുംബകം എന്ന ആശയം മനസ്സിലാക്കണം. ലോകം മുഴുവനും ഒരു കുടുംബമാണെന്നത് തിരിച്ചറിയണം. ഭാരതം ഇന്നുവരെ ഉൾക്കൊള്ളൽ മൂല്യത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ സ്വാഭാവികമായും നേതാവായി തിരഞ്ഞെടുത്തു. കാരണം അദ്ദേഹം ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നേറുന്നത്. ഉൾക്കൊള്ളൽ മാത്രമാണ് ശരിയായ വഴി എന്നതിനാൽ മാത്രമല്ല, ഭാവിയിൽ നമുക്ക് ചേർന്ന് നിൽക്കാനും വളരാനും ഏകമാർഗം അതുതന്നെയാണ് എന്നതിനാലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകവേദിയിൽ കൂടുതൽ സമഗ്രവും സഹകരണപരവുമായ മാനവികതയ്ക്കുള്ള മാർഗരേഖ ഭാരതം ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. G20-യിൽ ആഫ്രിക്കൻ യൂണിയനെ സ്വാഗതം ചെയ്യുന്നതിൽ ഭാരതത്തിന്റെ പങ്ക്, ഗ്ലോബൽ സൗത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, പുനരുപയോഗ ഊർജ സംവിധാനങ്ങളെ വൻതോതിൽ പരസ്പരം കൂട്ടിയിണക്കുന്നതിന് ഭാരതം നിർദ്ദേശിച്ച ഏകലോകം, ഏക സൂര്യൻ, ഏക ഊർജ ശൃംഖല സംരംഭം, നമ്മുടെ അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന നൽകുന്ന നയം, പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യം പ്രതികരിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ നമുക്കുള്ള അംഗീകാരം, മഹാമാരി കാലത്ത് 96 രാജ്യങ്ങളിൽ നമ്മളെത്തിച്ച മാനുഷിക സഹായം എന്നിവയെല്ലാം ഭാരതം മനുഷ്യരെ കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിച്ചു. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ നാം വിലമതിക്കുന്നത് മാനവികതയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വ ശൈലിയിലും ഉൾക്കൊള്ളലിന്റെ ഈ ഗുണം പ്രകടമാണ്. മൻ കി ബാത്ത് പരിപാടിയിൽ പൊതുജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് ബൃഹത്തായ ഭരണ സംവിധാനത്തിലെ ചെറിയ കാര്യമായി തോന്നാം. എന്നാൽ ഇത് സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവരുടെ കഥകളും വെല്ലുവിളികളും സംഭാവനകളും ആഘോഷിക്കുന്നതിന്റെ തെളിവാണ്. അതിലൂടെ അവർക്കൊപ്പം ചേരാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇത് അദ്ദേഹത്തെ ജനങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. അതിന്റെ പ്രതികരണമായി ജനങ്ങളുടെ ആവശ്യാനുസൃതമുള്ള ഭരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. യോഗയിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിന പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയതിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് യോഗയിൽ കൂടുതൽ താല്പര്യം കൊണ്ടുവരുവാനും അതിലൂടെ ആരോഗ്യ മാനസിക ക്ഷേമം മെച്ചപ്പെടുത്താനും അദ്ദേഹം സംഭാവനയേകി. ഇന്നും മനുഷ്യരെ ബാധിക്കുന്ന മാനസികാരോഗ്യ ശാരീരിക വെല്ലുവിളികൾക്കുള്ള ഉത്തരമാണ് യോഗ എന്നതിനാൽ ഇത് ഈ കാലഘട്ടത്തിൽ നിർണായകമാണ്. ദിവസത്തിൽ ചില മിനിറ്റുകൾ സാധാരണ യോഗാഭ്യാസമോ ധ്യാനമോ ചെയ്യുന്നത് ഓരോരുത്തരിലും ഭദ്രമായ മനസ്സും ശരീരവും വളർത്താൻ സഹായകമാകും. യഥാർത്ഥ സാധ്യതകൾ സാക്ഷാത്കരിക്കുന്നതിനും മഹത്തായ ഭാവിയിലേക്ക് ലക്ഷ്യം വെക്കുന്നതിനുമുള്ള നിർണായക ഘട്ടത്തിലാണ് ഭാരതം. നമ്മുടെ സമ്പദ് വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങൾ, ബഹിരാകാശം, പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ തുടങ്ങിയ പല മേഖലകളിലും ഇതിനകം വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്വയം പര്യാപ്തത, ഭൗമരാഷ്ട്രീയ അതിജീവന ശേഷിയും കരുത്തും എന്നിവയിലേക്കുള്ള നമ്മുടെ നയങ്ങളുടെ സമർത്ഥമായ ഗതിനിർണയത്തിനും നാം സാക്ഷ്യം വഹിച്ചു. എന്നിരുന്നാലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭാവി തലമുറയെ പരിപോഷിപ്പിക്കുക എന്നതാണ് നമ്മുടെ പരിണാമത്തിന്റെ താക്കോൽ. ഭാരതത്തിന്റെ യുവജന സംഖ്യ വളരെ വലുതാണ്. അതിനാൽ സമൃദ്ധമായ ഈ അവസരകാലം നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് ശരിയായ അവസരങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. ഭാരതം വെറും ഭൂപ്രദേശം മാത്രമല്ല, ലോകത്തിന് വഴികാട്ടിയാകാനുള്ള കഴിവും സാധ്യതയുമുള്ള രാഷ്ട്രമാണ്.
അതിന്റെ തലപ്പത്ത് കഴിവുറ്റ ധീരനും നിസ്വാർത്ഥനുമായ ഒരു മനുഷ്യനുണ്ട്. പക്ഷേ നാം ഓർക്കേണ്ട കാര്യം, രാഷ്ട്രം എന്നത് ഒരു തുണ്ടുഭൂമിയല്ല, അതിലെ ജനങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ള സുവർണ ഭാവി സൃഷ്ടിക്കുന്നതിനുള്ള മികച്ച ഭരണത്തിന്റെയും അവസരത്തിന്റെയും വേദി ഉപയോഗപ്പെടുത്തേണ്ടത് രാജ്യത്തെ പൗരന്മാരാണ്. നമുക്കത് സാധ്യമാക്കാം.